നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. വില്ലൻ വേഷങ്ങളിലൂടെയും സ്വഭാവ നടനായും മലയാളത്തിൽ ശ്രദ്ധേയനായ താരമാണ് ബൈജു ഏഴുപുന. സംവിധായകൻ കൂടിയായ ബൈജുവിന്റെ മകൾ അനീറ്റയുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം. സ്റ്റെഫാനാണ് വരൻ. നർത്തുങ്കൽ പള്ളിയിൽ നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്തു. നടനും എംപിയും അടുത്ത സുഹൃത്തുമായ സുരേഷ് ഗോപി മകൻ മാധവിനൊപ്പമാണ് വിവാഹത്തിനെത്തിയത്. ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നേരത്തെ മകൾക്കും മരുമകനും ആഡംബര കാർ നൽകി ബൈജു സമ്മാനം നൽകിയിരുന്നു. ഈ കാറിന്റെ താക്കോൽ കൈമാറുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. നേരത്തെ അനീറ്റയുടെയും സ്റ്റെഫാന്റെയും വിവാഹ നിശ്ചയ ചടങ്ങിൽ സർപ്രൈസായി മമ്മൂട്ടി എത്തിയിരുന്നു. നിർമ്മാതാവ് ആൻഡോ ജോസഫിനൊപ്പം എത്തിയ മമ്മൂട്ടി വധൂവരന്മാരെ ആശീർവദിച്ച ശേഷമാണ് മടങ്ങിയത്. കഴിഞ്ഞ ജൂലൈയിലായിരുന്നു വിവാഹ നിശ്ചയം. നിരവധി മലയാള ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ അവതരിപ്പിച്ച ബൈജു ഏഴുപുന 2001 സുരേഷ് ഗോപിയെ നായകനാക്കി സുന്ദരപുരുഷൻ എന്ന ചിത്രം നിർമ്മിച്ചിരുന്നു. 2013 മുൻ മിസ് ഇന്ത്യ പാർവതി ഓമനക്കുട്ടനെ നായകനാക്കി KQ എന്ന ചിത്രം സംവിധാനം ചെയ്തിരുന്നു. എന്നാൽ ആ ചിത്രത്തിൽ ആൻസൺ പോൾ, ബൈജു ഏഴുപുന, പാർവതി ഓമനക്കുട്ടൻ എന്നിവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. എന്നാൽ ചിത്രത്തിൽ ഒരു തമിഴ് നടനായിരിക്കും നായകൻ എന്ന് പറഞ്ഞാണ് തന്നെ സമീപിച്ചതെന്നും ബൈജു തന്നെയാണ് നായകനായി അഭിനയിക്കുന്നതെന്നും അറിയില്ലായിരുന്നുവെന്നും പിന്നീട് പാർവതി ഓമനക്കുട്ടൻ ആരംഭിച്ചിരുന്നു. തന്നെ ബൈജു പറ്റിച്ചത് എന്നായിരുന്നു പാർവതി പറഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷം അടുത്തായിരുന്നു പാർവതിയുടെ ആരോപണത്തിന് ബൈജു ഏഴുപുന മറുപടി നൽകിയത്. ആ ക്യാരക്ടർ ചെയ്യാനിരുന്നത് ഞാനല്ല എന്നാണ് പാർവതി പറഞ്ഞത്. പക്ഷേ ആ സിനിമയുടെ ലോഞ്ചിന്റെ സമയത്ത് പാർവതിക്കൊപ്പം ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തതാണ്. വേറൊരു നടനുമുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും എൻ്റെ കഥാപാത്രം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അന്നൊന്നും അങ്ങനെ പറഞ്ഞിരുന്നില്ല. എനിക്ക് കഥ ഇഷ്ടപ്പെട്ടതിനാൽ ചെയ്യുന്നു എന്നാണ് പാർവതി പറഞ്ഞത്. അഭിമുഖം യൂട്യൂബിൽ ഇപ്പോഴും കാണാം. സിനിമ റിലീസായ ശേഷമാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ പാർവതിയുടെ കഥ പറഞ്ഞപ്പോൾ തന്നെ തൻസീർ എന്ന കഥാപാത്രം ചെയ്യുന്നത് ഞാനാണെന്ന് പറഞ്ഞിരുന്നു. രണ്ടാമത്തെ കഥാപാത്രം ആദ്യം ആര്യ ചെയ്യുമായിരുന്നു എന്നായിരുന്നു ആദ്യത്തെ സംവിധായകൻ പറഞ്ഞിരുന്നത്. ആര്യയെ കൊണ്ടുവരുമെന്നായിരുന്നു അയാൾ പറഞ്ഞിരുന്നത്. ഞങ്ങളുടെ മുന്നിൽ വെച്ച് അയാൾ ആര്യയോട് ഫോണിൽ സംസാരിക്കുന്നത് പിന്നീടാണ് അറിയുന്നത് ആര്യ അറിഞ്ഞിട്ട് പോലുമില്ലെന്ന്. ആര്യ എന്ന് പറഞ്ഞ് സംസാരിച്ചിരുന്നത് വേറെ ആളോടായിരുന്നു. ഇതോടെയാണ് ഞങ്ങൾ അയാളെ മാറ്റുന്നത്. പിന്നീട് തമിഴിൽ നിന്നും ഒരാളെ കൊണ്ടുവന്നു. അയാളെ വെച്ച് തന്നെയായിരുന്നു പൂജ ചെയ്തത്. അയാളാണ് ആ കഥാപാത്രം ചെയ്യുന്നതെന്ന് പാർവതിക്ക് അറിയാമായിരുന്നു. പക്ഷെ അയാളെ കൊണ്ട് അഭിനയിച്ചു നോക്കിയപ്പോൾ ശരിയായില്ല. പിന്നെ ആ കഥാപാത്രം ചെയ്യാൻ വരുന്നത് ആൻസൺ പോൾ ആണ്. ആൻസണും ടോവിനെയും ആ കഥാപാത്രത്തിനായി ഓഡീഷൻ ചെയ്തവരാണ്. ഞാൻ തിരഞ്ഞെടുത്തത് ആൻസണിനെയായിരുന്നു. അല്ലാതെ ഞാൻ ആരെയും പറഞ്ഞു പറ്റിച്ചിട്ടില്ല. പാർവതി പറഞ്ഞത് ശരിയല്ല. പാർവതി അവസാനമായി ചെയ്ത സിനിമയാണ് KQ. ഞാൻ ഇപ്പോഴും സിനിമ ചെയ്യുന്നുണ്ട്. ഞാൻ സിനിമയിൽ കള്ളത്തരം പറയാറില്ല. സിനിമയെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകാറുമില്ല. അതിനാൽ സിനിമയില്ലാത്ത ഒരു വർഷം പോലും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. എന്നെ ആരും മാറ്റി നിർത്തിയിട്ടില്ല. ഒരുപാട് നല്ല സിനിമകൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. സിനിമ സത്യമുള്ളതാണ്. പറ്റിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകില്ല. പാർവതി എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്നറിയില്ല. പറഞ്ഞ പൈസ കൊടുത്തിട്ടുണ്ട്. നന്നായി തന്നെയാണ് പിരിഞ്ഞതും. ഞാനൊരു കോംപ്രമൈസിന് ശ്രമിച്ചിട്ടില്ല. പാർവതിയെ വിളിച്ച് ചോദിച്ചിട്ടുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.